വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം അച്ചുകൂട്ടൻ ഒരു പച്ചമാങ്ങ എടുത്തിട്ട് ചതച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് ചതച്ച് റെഡിയാക്കി കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലണ്ട, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കേട്ടോ. എന്താ പരിപാടി? ഇത് അച്ചുക്കുട്ടൻ ഇപ്പം ചെയ്തതാണ് കേട്ടോ. കഴിച്ചു നോക്കിയാ അച്ചുക്കുട്ട? കഴിച്ചു നോക്കിയാ? നല്ല പുളിയുണ്ടല്ലോ. കഴിച്ചു നോക്കും. അച്ഛനെ കൊണ്ട് നിൽക്കുക. അച്ഛൻ വരട്ടെ വന്നിട്ട് കൊണ്ടേ കൊടുത്താൽ മതി. അങ്ങനൊന്നുമില്ല, നല്ല എരിവൊക്കെയുണ്ട്. ലാസ്റ്റ് വയറ്. ഓ ഇത് നോക്കിയേ അച്ചുക്കുട്ടൻ. ഫസ്റ്റ് ഒരെണ്ണം ഇട്ട് പിന്നെ പുറത്തു പിന്നെ ഇട്ട് അടിച്ചപ്പോ പിന്നെ മുളക് വന്നില്ല. അച്ചുക്കുട്ടൻ ചെയ്ത സംഭവം കഴിച്ചു നോക്ക്. അച്ഛൻ കൈ കഴുകിയിട്ട് കഴിക്കുവേ. നല്ല എരിവൊക്കെ ഉണ്ട്. അച്ചുക്കുട്ട അവിടെ എന്തോ സംഭവം നടക്കുന്നു. ഇതെന്താ ഇത്? അമ്പാടിക്ക് അച്ഛന് എന്തോ തന്നത്. ഉമ്മോടുത്തേ. അതിനും ഉമ്മോടുക്കല്ല, അച്ഛനും ഉമ്മോടുക്ക്. ഉമ്മോടുത്തേ. ഓ പിണങ്ങി. അത് കഴിക്കടാ, എന്നാ വാങ്ങിയോട്ട്. അപ്പൊ നിമോചനം കൊണ്ടുവന്ന സംഭവം തീരാറായി. എല്ലാവരുടെയും കയ്യിൽ ഓരോരോ സ്പൂണുകളായിട്ടാണ് നിൽക്കുന്നത്. അമ്പുവിന്റെ മാത്രം വായിൽ വെച്ച് കൊടുക്കുക. തൈര് താഴെയിട്ടു. എങ്ങനെയുണ്ടാ അച്ചുക്കുട്ട? ഇഷ്ടപ്പെട്ടോ? ഞാൻ അവിടെ ഇഷ്ടപ്പെട്ടാ? അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കിച്ചണിലോട്ട് വന്നായിരുന്നു. ഇതപ്പോൾ നിമോചേട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന മീനാണ് കേട്ടോ. അയിലയുണ്ട് പിന്നെ ചാളയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതൊക്കെ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വേഗം ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയൊക്കെ എടുത്ത് മീൻ ക്ലീൻ ചെയ്താണ് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അയില എടുത്ത് ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചായിരുന്നു. പിന്നെ മത്തി മാത്രം എടുത്ത് വറുക്കാനായിട്ടുള്ള പൊടികളൊക്കെ എടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല പോലെ കൈ കൊണ്ടൊക്കെ തിരുമ്മി അങ്ങനെയാണ് കേട്ടോ ഞാൻ പുരട്ടി. ഇത് വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയമൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ ഞാൻ കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി എടുത്തിട്ട് മീനൊക്കെ ഇട്ട് തിരുമ്മി ഒരു നമ്മൾ വറുക്കാനായിട്ടുള്ള ആ ഒരു പാത്രം വയ്ക്കുന്ന അത്രയും ആ പാത്രം ഒന്ന് ചൂടായി എണ്ണ ഒഴിക്കേണ്ട ആ ഒരു സമയം അതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഞാൻ വറുക്കാനൊക്കെ ആയിട്ട് ഇട്ടു. അപ്പോൾ ഇതാ വറുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു പാൻ വെച്ചു. ആ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് മീൻ പെട്ടെന്ന് തന്നെ വറുക്കാനൊക്കെ ഇട്ടു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വറുത്ത് നിമോശന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുവാണ്. അപ്പം ഈ സമയത്ത് അവർ 3 പേരും കൂടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആരും ചോറൊന്നും ഉണ്ടിട്ടില്ല. എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുക അവർ 3 പേരും കൂടി. അങ്ങനെ ദാ മീൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡും കൂടി ഞാൻ ദേ മറിച്ചാക്കി ഇട്ടു. ഇത് നെയ്മത്തി അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ഞങ്ങളൊരു 5:30 ആയപ്പോൾ ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മരട് ന്യൂക്ലിയസ് മാള് അതിൻ്റെ അകത്ത് റിലയൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം എനിക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും മേളിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇവർ രണ്ടുപേരെയും കൂടി കൊണ്ടുപോയി. അമ്പുവിനപ്പോൾ ഒന്നും ഇരിക്കാൻ പറ്റിയൊന്നുമില്ല, കൂടുതൽ അച്ചൂസിന് പറ്റിയതാണ്. അപ്പോൾ അച്ചു എല്ലാത്തിലും ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് ഇരുന്ന് ഒരു 10 മിനിറ്റ് അവരെ അവിടെ ഒന്ന് നിർത്തി എല്ലാം ഒന്ന് കാണിച്ച് അമ്പു എല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി. പിന്നെ അച്ചൂസ് എല്ലാത്തിലൊക്കെ ഇരുന്ന്
അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ നേരെ താഴോട്ട് പോന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.